എൻ്റെ മട്ടുപ്പാവ് ടെറസ് ഫാമിങ്ങിലെ തക്കാളി പറിക്കാൻ പോവാന്നേ. തക്കാളി പറിച്ച് മടുക്കും. ഇതാ നന്നായിട്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറിച്ചത്. ഇതിപ്പോൾ ഒന്നും കൂടി ഇന്ന് പറിക്കാൻ പോവാന്ന്. നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ടെറസിൽ എല്ലാവരും തക്കാളി കൃഷി ചെയ്യണം. ഇതുപോലെ കണ്ട നമ്മുടെ ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള തക്കാളി, നമുക്ക് വിഷം കലരാത്ത പച്ചക്കറി തക്കാളി ഒക്കെ നമ്മളെ വീട്ടിലെ ടെറസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പറിച്ചെടുക്കാം. കണ്ടോ നന്നായിട്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. കണ്ടോ ഇതാ നല്ല നാടൻ തക്കാളി, വട്ടി തക്കാളി. ഇതാ കണ്ടോ. അതുപോലെ വെണ്ടയ്ക്കൊക്കെ കണ്ടോ. ഇതാ വെണ്ടയ്ക്കൊക്കെ കുറേ പ്രാവശ്യം പറിച്ചതാ. ഒക്കെ നന്നായിട്ടിതാ നല്ല ഇതൊക്കെ ഇന്ന് വിളവെടുക്കാനുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും സ്വന്തം വീട്ടിലോ ടെറസിലൊക്കെ ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യണം. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. കണ്ടോ ഇത് നിറച്ച് വെണ്ടക്ക കണ്ട പൂവിട്ടിട്ട് നല്ലതായിട്ട് ഇതാ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പ്രൂണ് ചെയ്ത വെണ്ടക്കയാണ്. കണ്ടോ ടെറസിൽ പല കൃഷിയും നമുക്ക് ചെയ്യാം. പയറുണ്ട്, പയറൊക്കെ പൂത്തിട്ടുണ്ട്. ഇതാ നല്ല പയർ, അടിപൊളി പയർ. ഇതാ മീറ്റർ പയർ പയറുണ്ട്. ഉണ്ടാകുന്ന കുറേയൊക്കെ പറിച്ച് കഴിഞ്ഞ് അതിൽ ഒരുപാട് നമ്മൾ ആവശ്യത്തിന് ഓരോ പ്രാവശ്യം ആവശ്യത്തിന് നമുക്ക് പയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി തക്കാളി പറിക്കാൻ പോവാന്ന്. അല്ല ഇതാണ് തക്കാളി കൊണ്ടുള്ള നമുക്കുള്ള മെച്ചം. കുറച്ച് തൈകൾ, ഇതിപ്പോൾ കുറച്ച് തൈകൾ 10-20 തൈകൾ ഞാൻ വെച്ചിട്ടുള്ളൂ. ഉണ്ടോ ഇതൊക്കെ നന്നായി തക്കാളി പിടിച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടം പോലെ തക്കാളി കിട്ടുമേ. നല്ല വലിപ്പമുള്ള തക്കാളികളാണ്. അപ്പോൾ ഞാൻ ഇത് പറിച്ചെടുക്കാന്നേ. ഇതുപോലെ പറിച്ചിങ്ങെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളി പറിച്ചെടുക്കുക. കൂടുതൽ പഴുക്കാൻ വെക്കരുത്. കൂടുതൽ പഴുത്തു പോയാൽ കീടങ്ങളുടെ ആക്രമണം വന്നു തുടങ്ങും. കീടങ്ങളത് നശിപ്പിച്ച് കളയും. നല്ല മുഴുത്ത തക്കാളി. ആവശ്യത്തിനുള്ള തക്കാളി ഇതുണ്ടോ. പച്ചക്കായുണ്ട് ഇതിൽ പറിക്കാൻ. പഴുക്കാറായ കായുണ്ട്. ഇതിലൊക്കെ ഇനിയും കുറേ കായുകളുണ്ട്. ഈ ഒരു തൈയിൽ നിന്ന് തന്നെ അത് 5ാമത്തെ പ്രാവശ്യം ഇങ്ങനെ പറിച്ചെടുക്കുന്നത്. ഇത് ഒരു ഗ്രോ ബാഗിൽ ഞാൻ ഏകദേശം 2 തൈ, ഇതിൽ 2 തൈ നട്ടിട്ടുണ്ട്. കണ്ടോ ഇതൊക്കെ കായുണ്ട്. ഇതിൽ 3 തൈകൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രോ ബാഗ് വലിയ ഗ്രോ ബാഗാണേ. വലിയ ഗ്രോ ബാഗിൽ ഒന്നിനും കൂടുതൽ തൈ നടാവുന്നത്. അതായത് നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗാണ്. ഇതുപോലെ ഇതിൻ്റെ കളർ തന്നെ ഉണ്ടോ. എന്ത് ഭംഗിയാണ് കാണാൻ തന്നെ അല്ലേ. നല്ല തക്കാളിയാണ്. ഇതുപോലെ ഇതാ പറിച്ച് മടുക്കും. ഈ കുഞ്ഞൻ തൈയിൽ തന്നെ ഒരുപാട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറിച്ച് കഴിയാറായ തക്കാളി ഉണ്ടോ. ഈ കുഞ്ഞൻ തൈയിൽ തന്നെ ഇനിയും മുട്ടിടുന്നുണ്ട്. കായുണ്ട്. ഇതുണ്ടോ കായുണ്ട്, മുട്ടുണ്ട്. ഇതൊരു കുഞ്ഞൻ തൈയാണ്. അതിൽ നിറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് എത്രയും തക്കാളി, ഇതൊന്നല്ല ഇനിയും അപ്പുറത്തൊക്കെ പറിച്ചെടുക്കാണ്ട്. ആവശ്യത്തിനുള്ള തക്കാളി ഇതുണ്ട്. ഇതിലൊക്കെ പറിച്ചെടുക്കാം. കണ്ടോ നിങ്ങൾ പറിച്ചെടുക്കുന്നത് കണ്ടോ.
ഒക്കെ തക്കാളിയാണേ. നല്ല അതിൽ ചെറിയ മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാ വേണ്ട, വേറെ കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ചെറിയ ചെറിയ കായ്കൾ പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പഴുത്ത് കഴിഞ്ഞാൽ പറിച്ചെടുക്കണം. പറിച്ചെടുത്തെങ്കിൽ മറ്റുള്ള കായ്കളൊക്കെ വലുതാവാനും ഒക്കെ അതിന് സഹായമാകുള്ളൂ. ഇതാ കണ്ടോ എത്ര തക്കാളി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഒരു 5-10 ദിവസത്തേക്കുള്ള തക്കാളി ഇതിൽ നിന്ന് തന്നെ കിട്ടി. പഴുത്തത് മാത്രം ഞാൻ പറിച്ചെടുക്കാമെന്ന്. ഇനി ഒരുപാട് പറിക്കാനുണ്ട്. വേണ്ട തക്കാളികൾ നോക്കിയേ. ഇതൊന്നും വെറുതെ പറയല്ല, നമ്മളെ വീട്ടിൽ നമുക്ക് ചെയ്തിട്ട് അനുഭവത്തിൽ കൂടെ പറയാമെന്ന്. പറിക്കുന്നുണ്ടോ? പറിച്ച് മടുക്കും തക്കാളി. ഇതിൻ്റെ വളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന വളങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ കൂടുതൽ നിങ്ങൾക്ക് പച്ചക്കറി കൃഷി പറ്റി അറിയാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക മറക്കരുത്. ഞാൻ ചെയ്യുന്ന പച്ചക്കറികൾ പറ്റും, അത് ചെയ്യുന്ന രീതികൾ, ടെറസിൽ എങ്ങനെയാണ് ചെയ്യുന്നുള്ള അതിൻ്റെ രീതികളൊക്കെ എൻ്റെ ഇതിന് മുമ്പുള്ള മറ്റു വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഒരു വലിയ പാത്രം നിറയെ തക്കാളി നമുക്കിവിടെ കിട്ടിയുണ്ടോ. ഒരു വലിയ പാത്രം നിറച്ചും തക്കാളി കണ്ടോ, ഒരുപാട് തക്കാളി കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ടെറസ് ഫാമിങ് ശീലിക്കുക, നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.